ഇളകിപ്പോയതാ. ഓക്കെ അല്ലേ? താങ്ക് യു. ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോക്കകത്തോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുമരകം കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ എറണാകുളത്തോട്ട് പോവാണ്. പെട്ടെന്ന് ഒരു പോക്കാണ്, അതായത് പെട്ടെന്നൊരു വരക്കമാണ്. രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പം നമ്മൾ പുയ്യപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം കുമരകത്താണ്. ഉല്ലല തലയാഴം ഗൈസ്. ഇപ്പോൾ നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്. നമ്മൾ രാവിലെ എറണാകുളത്ത് എത്തുന്ന രീതി ഇറങ്ങിയതാണ്. പക്ഷേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ക്ഷീണിച്ച് ഇത്രയും നേരം വണ്ടി ഓടിക്കുമായിരുന്നു. ഇപ്പം ഏകദേശം 1:21 രാവിലെ കാണാം ഗൈസ്. ലെറ്റ്സ് ഗോ ടു സ്ലീപ്പ്. ഇറങ്ങിപ്പോത്ത സീന. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളപ്പം ഇന്നലെ രാത്രി എറണാകുളത്തോട്ട് തിരിച്ചതാണ് ഗൈസ്. അപ്പോൾ നമ്മളൊരു വണ്ടി എടുക്കാനായിട്ടാണ് ഗൈസ് പോകുന്നത്, ഒരു ഹിമാലയ. അപ്പം വിജയ്ക്ക് വേണ്ടിയാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ എറണാകുളത്തോട്ട് പോകണം ഗൈസ്. ഇപ്പം വൈക്കത്തൊരു ലേക്ക് സൈഡ് വ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ചായയൊക്കെ കുടിച്ച് ഈ വ്യൂവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ട് കുറച്ച് നേരമായി. നമ്മൾ ഇന്നലെ കടന്നില്ലേ, അവിടെ നിന്ന് രാവിലെ എണീറ്റ് വരുവാണ് ഗൈസ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇങ്ങനെ വണ്ടി എടുക്കാൻ പോവുകയാണ്, എന്തിനാണ് നമ്മൾ എറണാകുളത്തോട്ട് പോകുന്നത്, അതൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം ഇന്നലെ പറയാൻ മറന്നുപോയി. ഞാൻ പിന്നെ ക്ലിപ്പ് എടുത്ത് നോക്കിയപ്പോഴാണ് അതിനകത്ത് ഇന്നലെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ഇതിനായിട്ടാണ് എറണാകുളത്തോട്ട് പോകുന്നത്, ഒരു ഹിമാലയ എടുക്കാനായിട്ട്. കറക്റ്റ് സ്ഥലം കലൂരിനടുത്താണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. നമ്മളിവിടെ ബിജോയ് ഉണ്ട്. ബിജോയ് കയ്യിലാണ്. വാട്സപ്പ് ഗൈസ്, രാവിലെ ഗുഡ് മൂഡിലാണ്. ഒരു സിനിമാ സെറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലൊക്കേഷൻ. ആ ലൊക്കേഷനിൽ ലേക്സ് ഉണ്ട്, വെള്ളങ്ങളുണ്ട്. നമ്മൾ ഇതിൻ്റെ സൈഡിലൊക്കെ വന്ന് നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. എപ്പോഴും ചിന്തകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ നേരെ എറണാകുളം പോവാം. ശരിയെന്നാ, ബൈ. നമ്മൾ കാക്കനാട് പോവാണ്. കാക്കനാട് വിജയ്ക്ക് നൊസ്റ്റാൾജി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാക്കനാട് പോവാണ്. അടിക്കാൻ വേണ്ടിട്ടാ? അത് അടിക്കേണ്ട കാര്യമില്ല, അത് അറിയില്ല. എറണാകുളം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ തമ്മനത്തെത്തി ഗൈസ്. ഇവരെയൊക്കെ സമ്മതിക്കണം. ഇവിടെ തമ്മനം ജംഗ്ഷൻ. വി ആർ ഓൺ തമ്മനം ജംഗ്ഷൻ. തമ്മനം ജംഗ്ഷൻ ഗൈസ്. പുള്ളി 9:45 ഇവിടെ എത്താൻ. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് ഫ്രഷപ്പ് ആയിട്ട് വരാം. നമുക്കൊരു പ്രീമിയം ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് ഫ്രഷപ്പ് ആയിട്ട് വരാം ഗൈസ്. ഓക്കെ. ഹലോ ഗൈസ്, നമ്മളിപ്പം കാക്കനാട് ആണ്. ഇപ്പം നമ്മളിവിടെ ഇതാണ് നമ്മുടെ ഭീമാസ് PG ഗൈസ്. നമ്മൾ ഇവിടെയാണ് കുറച്ച് നാൾ മുമ്പ് സ്റ്റേ കാര്യങ്ങളൊക്കെ നിന്നത്. അപ്പം നമ്മൾ ഒന്ന് ഫ്രഷപ്പായിട്ട് ഒരു 8:45 ആകുമ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് അങ്ങോട്ട് പോകണം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ പുള്ളി പറഞ്ഞ ലൊക്കേഷനിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി കണ്ടിട്ട് വരാം ഗൈസ്. പുള്ളി ഇങ്ങോട്ട് വിളിച്ച് നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി ഇറങ്ങി. അങ്ങനെ ഇപ്പം ഞാൻ എടുത്തരാം.
ഇളകിപ്പോയതാ. ഓക്കെ അല്ലേ? താങ്ക് യു. ഇവിടെ നമ്മളൊരു വണ്ടി എടുക്കാൻ വന്നതാണ്. വണ്ടി എടുക്കാനുണ്ടോ? അപ്പോൾ ഗൈസ് രാവിലെ ഒരു നല്ല കാര്യം ചെയ്തു. നമുക്കിപ്പം വണ്ടി ഇട്ട് വരാം ഗൈസ്. അല്ല ഗൈസ്, നമ്മളിപ്പം സ്പോട്ടിലെത്തിയിട്ടുണ്ട്. പുള്ളിയെ വിളിക്കാൻ പോവാം, കോണ്ടാക്ട് ചെയ്യാനായിട്ടേ. നമ്പരൊക്കെ എടുത്തിട്ട് വിളിക്കാൻ പോവാം. അപ്പം വിജോ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. പുള്ളി ഇപ്പം വരും. നമ്മളെന്തോലും വണ്ടി കണ്ടിട്ടുണ്ട്. വണ്ടി എന്ന് പറഞ്ഞാൽ ചരക്ക് വണ്ടിയാണ് ഗൈസ്. എൻ്റെ പൊന്നോ, എടുപ്പാണ് ഗൈസ്. ഹിമാലയ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ റേഞ്ച് ഗൈസ്. ഇപ്പം ബിജോ പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. 9:40 ടൈം പറഞ്ഞത്. നമ്മൾ ഈ എക്സൈറ്റ്മെൻറ്റ് കാരണം നമ്മൾ ഓടിയെത്തി. നമ്മൾ 9:15 ഇവിടെ എത്തി. ബിജോ ഫുള്ളി എക്സൈറ്റ്മെൻ്റ് ആണ് ഗൈസ്. ഫുള്ളി എക്സൈറ്റ്മെൻ്റ് അല്ലേ? പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ ആകുമ്പോൾ എക്സൈറ്റ്മെന്റ് ആവാം കുറച്ചൊക്കെ. ഡ്രീം കം. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. കാണാം. ചേച്ചിക്ക് ചിരിക്കുന്നു. എത്താറായോ? ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോലെ കേട്ടോ. അല്ല, വേറൊരാളും കൂടെ ഉണ്ട്. വണ്ടി കണ്ടു. ഗൈസ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പുള്ളി ഇപ്പോൾ വരും. നമ്മൾ നേരത്തെ വന്നത്. അപ്പം വണ്ടി അവർ വന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമുക്ക് ATM പോയിട്ട് കുറച്ച് ഫണ്ട് എടുത്തിട്ട് വരാം. ഡീല് നടക്കാൻ സമയമായി. അപ്പം ATM പോകണം ഗൈസ്. അല്ല ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി കണ്ടിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഐറ്റം. പക്ക സാധനമാണ് ഗൈസ്, ഒരു കുഴപ്പമില്ല. ഇത് കിട്ടില്ല, ഒരു കുഴപ്പമില്ല. ഇതിന് കുറച്ച് പ്രശ്നം എന്ന് പറയുമ്പോൾ ടയറിൻ്റെ ഒരു പ്രശ്നമാണ്. അല്ലാതെ ഇതെല്ലാം പക്കയാണ്. വിജയ് ഇപ്പോൾ വണ്ടി ജസ്റ്റ് ഓടിച്ചിട്ട് വന്നതാണ്. ഇതാണ് നമ്മുടെ മീറ്റ് ചെയ്ത പുള്ളി ഇപ്പോൾ വന്നതേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മൾ ഡീൽ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ചെറുക്കൻ. ബ്രില്യൻറ്റ് ചെറുക്കൻ, പക്കയാണ് ഗൈസ്. എല്ലാം കൊണ്ടും ഓക്കെയാണ്. ടയർ നമുക്ക് ഇനിയും ഓടാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം കൊണ്ട് പക്കയാണ്. ഇപ്പം കുറച്ച് കഴിയുമ്പം എനിക്കൊന്ന് ഓടിച്ച് നോക്കണം. അല്ലാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. വണ്ടി എല്ലാം പക്കയാണ്. ഇവിടെ ഇരുന്നിട്ടുള്ള ഒരു പൊടിയുടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഒരു കുഴപ്പമൊന്നുമില്ല. ഗൈസ്, ഇതാണ് നമ്മുടെ അൽഫാസ്. ഇതാണ് നമുക്ക് വണ്ടി ഇവിടം വരെ എത്തിച്ചു തന്ന ബ്രോ. പൊന്നു വണ്ടിയാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പം വണ്ടി കണ്ടിട്ട് വിജോ എണ്ണ അടിക്കാനായിട്ട് പോകണം. നമ്മളിപ്പോൾ ഡീലൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ബ്രോൻ്റെ സ്ഥലം തൊടുപുഴയാണ് ഗൈസ് ബ്രോൻ്റെ സ്ഥലം. ബ്രോ ഇപ്പം ഇവിടെ ആണ്, എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. ലക്ഷ്യ എഡ്യൂക്കേഷൻ സെൻ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഗൈസ്, നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം എറണാകുളത്ത് ഒരു ഡീലിന് വേണ്ടി വന്നതാണ്. കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ചേട്ടാ, നമുക്ക് വീഡിയോയിൽ പിന്നെ കാണാം. ഗൈസ്, പുള്ളിയുടെ വീടിൻ്റെ ചാവി നമ്മുടെ മറ്റേ സെയിൽ ചെയ്ത വണ്ടിയുടെ ഇതിനകത്തായിപ്പോയി. അപ്പം പുള്ളി അത് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ആലപ്പുഴയായി. ആലപ്പുഴ ചെറുക്കൻ പറന്നാണ് വന്നത് ഗൈസ്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ്. ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ട്രാവൻകൂർ പാലസ് റെസ്റ്റോറൻറ്റ് ഗൈസ്. അവിടെയാണ് നമ്മളിപ്പോൾ. വിജയ് അവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. ഇതും സെറ്റ് സ്ഥലമാണ് ഗൈസ്. ട്രാവൻകൂർ പാലസ് ആലപ്പുഴ, ചേർത്തല മതിലകമൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഹോട്ടലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവുക.
സെറ്റ് ആംബിയൻസ് ആണ് ഗൈസ് ഇവിടെ. പൊന്നു വ്യൂ ഗൈസ്. ട്രാവൻകൂർ പാലസ് ഹോട്ടൽ സെറ്റ്. ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാ. മുടിയൊക്കെ അലമ്പോലമായി ഗൈസ്. കാരണം മറ്റേ റോഡ് മൊത്തം പൊടി. എൻ്റെ വായിലും മൂക്കിലൊക്കെ അടിച്ച് കയറി. ഒരു മാസ്ക് മേടിച്ചിരുന്നു. ഇത് കണ്ട കണ്ണാടിയിൽ മൊത്തം പൊടി. ഞാൻ ഇപ്പോൾ തുടച്ച് കളഞ്ഞേ ഉള്ളൂ, എന്നിട്ടും പൊടി. അത്രയ്ക്ക് പൊടിയാണ് ഗൈസ്. പക്ഷേ ഒന്നുമില്ല. ട്രാവൻകൂർ പാലസ് ഹോട്ടൽ സെറ്റ് സ്ഥലം. ഇവിടെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. സെറ്റ് സ്ഥലം ഗൈസ്, ഒരു രക്ഷയില്ല. പാലസ് ഹോട്ടലല്ലേ അല്ലേ, അപ്പം അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എന്താണെന്നുണ്ടോ നോക്കട്ടെ. അതിന് മുമ്പ് എനിക്കൊന്ന് ഡൽഹി പോകണം. ബീച്ച് ഡൽഹി കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അപ്പം ഫുഡ് കഴിച്ചിട്ട് വേണം. ഗോപ്രോയ്ക്ക് അതാണ് ചാർജും ഇല്ല. കുത്തിയിടണം. ഫുഡ് കഴിച്ചിട്ട് വേണം ഒന്ന് കുത്തിയിടട്ടെ ഗോപ്രോ. ഇവിടെ ഒന്ന് പ്ലേസൊക്കെ ഒന്ന് കാണട്ടെ. ഓക്കെ, ലവ് യു ഗൈസ്, ബൈ ബൈ. ഹലോ ഗൈസ്, ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ വർക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം. അല്ലേ, എല്ലാം സെറ്റ് സംഭവങ്ങളാണ്. ഹോട്ടൽ പാലസ് ട്രാവൻകൂർ എന്നല്ലേ പേര്. വിജയവാഡുണ്ട്. നമുക്ക് നെല്ലവറയുടെ അടുത്തോട്ടൊന്ന് പോകാം ഗൈസ്. ഓക്കെ, അങ്ങോട്ടൊന്ന് പോയിട്ട് അവിടുത്തെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, കൂടിട്ടപ്പോൾ ഇംഗ്ലീഷ് കയറി. ഹലോ ഗൈസ്, നമ്മളിപ്പം ട്രാവൻകൂർ പാലസ് ഹോട്ടലിൽ നിന്ന് പോവുകയാണ് ഗൈസ്. ഓക്കെ ഓക്കെ. ഹലോ ഗൈസ്, മുടിയൊക്കെ ഇരിക്കുന്നുണ്ടോ? പൊടി അടിച്ചിട്ടോ? കായംകുളം എത്തി ഗൈസ്. എനിക്ക് വയ്യ ഗൈസ് വണ്ടി ഓടിക്കാൻ. ബിജോ ഒറ്റ ചവിട്ടിനങ്ങ് എത്തി കാണും. ഞാൻ കായംകുളം എത്തിയതേ ഉള്ളൂ. ബിജോയ്ക്ക് അത് കുഴപ്പമില്ല. കാരണം ബിജോ ഇപ്പോൾ പറക്കി വർക്ക് ചെയ്യുമ്പം പുള്ളിക്കാരൻ ഒറ്റ സ്ട്രെച്ചിന് അങ്ങ് വരെ പോകുന്നതാണ്. അതേപോലെ തിരിച്ചും വരും ഒറ്റ സ്ട്രെച്ചിന്. എവിടത്തും ചവിട്ടത്തില്ല, നേരെ പോകുന്നതാണ് പുള്ളിക്കാരൻ. പക്ഷേ നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. പുള്ളിക്കാരൻ്റെ റേഞ്ച് ഉണ്ടെങ്കിലേ അത് പറ്റൂ. പിന്നെ എനിക്ക് വയ്യ ഗൈസ്. ഞാൻ ചേർത്തലയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഓടിച്ചിട്ട് എനിക്ക് വയ്യ. ഞാൻ ഇവിടെ കായംകുളം എത്തിയതേ ഉള്ളൂ. ഇപ്പം കായംകുളം ബസ് സ്റ്റാൻഡാണിത്. ഞാനിവിടെ കടയിൽ നിന്നൊരു ബൂസ്റ്റും കാര്യങ്ങളെ കുടിച്ചുകൊണ്ടിരിക്കുക. ഇത് KSRTC ബസ് സ്റ്റാൻഡാണ്. അപ്പം ഒരു ബൂസ്റ്റും ഒരു മീറ്ററുകളും കഴിച്ചുകൊണ്ടിരിക്കുക. ബിജോ ഒറ്റ ചവിട്ടിനങ്ങ് പോയി. ഞാൻ പ്ലാറ്റിനെ കൊണ്ട് കായംകുളം എത്തിയതേ ഉള്ളൂ. എവിടത്ത് കാണുമെന്തോ. എന്തായാലും ഇതും കഴിച്ചിട്ട് ഇറങ്ങട്ടെ ഐസ്. കായംകുളത്ത് നിന്ന് ഭയങ്കര വെയിലും അതുമാത്രമല്ല റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടിയാണ്. ഒട്ടും സഹിക്കാക്കത്തില്ല. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഇത് കഴിച്ചു കേട്ടെ. ഹലോ ഗൈസ്, നമ്മൾ ഒരു 1.5 മണിക്കൂർ മുമ്പ് വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് താമസം എത്തിയത്, ബിജു നേരത്തെ എത്തി. പക്ഷേ പ്രശ്നമുണ്ട് ഗൈസ്, നമ്മുടെ ഫോൺ മിസ്സായിപ്പോയി. നമ്മുടെ ഹോട്ടൽ പാലസ് ഉണ്ടല്ലോ, ട്രാവൻകൂർ പാലസ് ഹോട്ടൽ ചേർത്തല, അവിടെ വെച്ച് നമ്മുടെ ഫോൺ മിസ്സായി ഗൈസ്. ബിജു വിചാരിച്ച് എൻ്റെ ഇരിക്കുക ഫോണ്, പക്ഷേ ബിജു അത് എവിടെ വെച്ച് മിസ്സാക്കി. നമ്മൾ പേയ്മെൻറ്റ് അടച്ചിട്ട് എവിടെ വെച്ചതാണ്. അത് പിന്നെ എടുക്കാൻ മറന്നുപോയി. നേരെ ഇങ്ങ് പോരുന്നു. ഞങ്ങളിപ്പോൾ വീട്ടിലാണ്. നമ്മളിപ്പോൾ അവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയോ എന്നൊന്നും അറിയത്തില്ല, അവിടെ ഉണ്ടോയെന്നും അറിയത്തില്ല. എന്തായാലും GPS നോക്കിയിട്ട് അതിനകത്ത് അവിടെ കാണിക്കുന്നത്. അവരാ വിളിക്കുന്നത്. ഒരു മിനിറ്റ്, അവരാണോ ഉണ്ടോ? ഹലോ ഹലോ, വിൽക്കുക. വീട്ടിൽ എത്തി. ഞാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കാവേ ഗൈസ്. ഇത് സാമച്ചാന അപ്പുറത്തെ വീട്ടിലെ. നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടിയുടെ വീഡിയോ ഇനി ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും, അല്ല ചാനലിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ടാസ്ക് ആയിട്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ കയറിയതേ ഉള്ളൂ. അപ്പം എന്തായാലും ഈ വീഡിയോ ഇത്ര ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്ന ഗൈസ്. വണ്ടിയുടെ വീഡിയോനും ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. ഓക്കെ, ചാനലിൽ വരുന്നതായിരിക്കും. സോറി ഗൈസ്. ഓക്കെ,
ലബീസ്മ.